സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ എണ്ണ കുടിക്കാത്ത നല്ല നാടൻ പഴംപൊരിയുടെ റെസിപ്പി നോക്കിയാലോ ഒന്ന്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 നുള്ള് ഉപ്പും കളറിന് ആവശ്യമായ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സാക്കി എടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ദോശമാവിനായിട്ട് കുറച്ച് കട്ടി കൂടിയ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ബാറ്ററിന് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനെ നടുമുറിച്ച് നീളനെ മുറിച്ചെടുക്കാം. ഒരു പഴത്തിന് ഒരു 3-4 പീസാക്കി മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ പഴംപൊരിയുടെ ഉൾഭാഗത്തെ പഴം നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് 3-4 പീസാക്കി എടുക്കുന്നത് കേട്ടോ. ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ പഴത്തിന് ബാറ്ററിൽ മുക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായി പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം കേട്ടോ പഴംപൊരി തയ്യാറാക്കുമ്പോൾ. ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ അല്ലേ.